കഥ പറയണമെന്നും അതിന് പഠിക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ സമയം മാത്രമില്ല. ഇത് നിങ്ങളൊരാളുടെ പ്രശ്നമല്ല. ഞാൻ പരിചയപ്പെട്ടുള്ള എല്ലാ ബിസിനസ് ഓണേഴ്സിനും ഈ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കാര്യം അറിയാലോ, നമുക്ക് ആ ഒരു സ്കില്ല് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവരെല്ലാം ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നമുക്ക് ഈ സ്റ്റോറി ടെല്ലിംഗ് ബിസിനസ് ലൈഫിൻ്റെ കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് മാറ്റാം. അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊരു സ്റ്റോറി ടെല്ലിംഗ് മൈൻഡ് സെറ്റിന് വേണ്ടി ഉണ്ടാക്കേണ്ടത് മാറ്റി വയ്ക്കുക. ആ ആഴ്ചയിൽ നമ്മുടെ ലൈഫിലുണ്ടായ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ബിസിനസ്സായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ ടീമിനെ ഇൻസ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റോറി ആയിട്ട് തന്നെ മാറ്റാൻ പറ്റുമോ, അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. രണ്ടാമത്തെ കാര്യം, ഡെലിഗേറ്റ് ചെയ്യുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സിന്റെ ലൈഫിൽ നമ്മൾക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അയച്ചു തരാൻ പറയാം. അപ്പോൾ നമുക്ക് പറയാനുള്ള സ്റ്റോറീസ് അവർ തന്നെ ഇങ്ങോട്ട് തരും. അത് നമ്മളൊന്ന് നന്നാക്കി എടുത്താൽ മാത്രം മതി. അടുത്തത്, നമ്മുടെ ടീം മെമ്പേഴ്സായിട്ട് കുറച്ച് നേരം സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അവരോട് ആ ഇൻസിഡൻസൊക്കെ ഒന്ന് പറയാം. അതവർക്ക് ഇൻസ്പയർ ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമുക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങൾ, ചെറിയ മൈക്രോ സ്ലോട്ടുകൾ നമുക്ക് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പായിട്ടുള്ള ഒരു 2 മിനിറ്റ് നമുക്ക് ടീം മെമ്പേഴ്സ് അയച്ചു തന്ന സ്റ്റോറീസ് ഒന്ന് കേൾക്കാൻ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലുണ്ടായ നേരത്തെ എഴുതി വെച്ചേക്കുന്ന സ്റ്റോറീസ് എന്നുള്ളത് വായിക്കാൻ, ഞങ്ങളുടെ മൈക്രോ സ്ലോട്ട്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് മികച്ച സ്റ്റോറി ടെല്ലറായിട്ട് മാറാൻ പറ്റും.